രാത്രി എല്ലാവരും ഉറങ്ങിയെന്ന് ഉറപ്പുവരുത്തി ഒരു പുരുഷൻ മതിൽ ചാടി ഒരു സ്ത്രീയെ കാണുവാനായും എത്തി. രണ്ടാളും പരസ്പരം കെട്ടിപ്പിടിക്കുകയും ഉമ്മ വയ്ക്കുകയും ചെയ്യുന്നത് ഗ്രാമവാസികളിൽ ഒരാൾ കണ്ടു. പുരുഷൻ ആരാണെന്ന് ഉറപ്പിച്ച അയാൾ നാട്ടുകാരോടെല്ലാം അത് തുറന്നു പറഞ്ഞു. സ്ത്രീയെ കണ്ടുപിടിക്കുവാനായിട്ട് കൃത്യസമയത്ത് അവർ ഒളിച്ചിരുന്നു. സ്ത്രീയെ അവർ കണ്ടുപിടിക്കുകയാണ്. ആ സ്ത്രീയുടെ ഭർത്താവിനെ വിവരമറിയിക്കുകയും ചെയ്തു. നിങ്ങളുടെ ഭാര്യയും അടുത്ത വീട്ടിലുള്ള ആളുമായിട്ട് അവിഹിത ബന്ധമാണ്, അത് കയ്യോടെ പൊക്കണമെന്നും പറഞ്ഞു. അങ്ങനെ ഭർത്താവാണെങ്കിൽ അത് കണ്ടുപിടിക്കുവാനായിട്ട് നാട്ടിലേക്ക് എത്തും, രാത്രി ഒളിച്ചിരിക്കും. ഭാര്യയുടെ അവിഹിതം കയ്യോടെ പൊക്കി നാട്ടുകാർക്ക് മുന്നിലിട്ട് നാണം കെടുത്തണമെന്നും തീരുമാനിച്ച ഭർത്താവ് ഞെട്ടിപ്പോകുന്ന ചില കാഴ്ചകളാണ് അവിടെ കാണുന്നത്. അതെന്തെന്നറിയണ്ടേ? എങ്കിൽ നമുക്ക് വേഗം സിനിമയുടെ കഥയിലേക്ക് കടക്കാം. അതിനു മുൻപായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാർ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്യാനും മറക്കരുതേ. സിനിമ തുടങ്ങുമ്പോൾ രാത്രി സമയമാണ് കാണിക്കുന്നത്. കുറെ പേർ മദ്യപിച്ചതിന് ശേഷം തങ്ങളുടെ വീട്ടിലേക്ക് പോവുകയായിരുന്നു. എന്നാൽ ആ കൂട്ടത്തിലുണ്ടായിരുന്ന പ്രകാശൻ ഒരു വീടിന്റെ സൈഡിൽ നിന്നും എന്തൊക്കെയോ ശബ്ദം കേൾക്കും. എന്തെന്നറിയുവാൻ വേണ്ടിയിട്ട് പ്രകാശൻ പോയി ഒളിച്ചു നിന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച, മില്ല് നടത്തുന്ന വിനോദ് തന്റെ അയൽവാസിയായ മാധവന്റെ വീട്ടിലേക്ക് മതിൽ ചാടിയെത്തുന്നു. അപ്പോൾ മാധവന്റെ വീടിന്റെ പുറകുവശത്തായിട്ട് ഒരു സ്ത്രീ നിൽക്കുന്നതായി കാണും. അവിടെ എന്തോ വശപ്പിശക് നടക്കുകയാണെന്ന് പ്രകാശന് മനസ്സിലായി. പക്ഷേ വീടിന്റെ പുറകിലുണ്ടായിരുന്ന സ്ത്രീയെ കൃത്യമായിട്ട് പ്രകാശന് കാണാൻ കഴിഞ്ഞില്ല. ഈ മാധവന് 2 മക്കളുണ്ട്, മുകുന്ദനും മുരളിയും. അതിൽ മുകുന്ദൻ വിവാഹം കഴിഞ്ഞ് ഒരു കുഞ്ഞുമുണ്ട്. മുകുന്ദന്റെ ഭാര്യയുടെ പേരാണ് നിർമ്മല. ആ നിർമ്മലയാകുമോ എന്ന സംശയം പ്രകാശനുണ്ടാകും. എന്നിട്ട് വിനോദും ആ സ്ത്രീയും കൂടി കെട്ടിപ്പിടിക്കുകയും ഉമ്മ വയ്ക്കുകയും ചെയ്യുന്നതും പ്രകാശൻ കാണുന്നു. അടുത്ത ദിവസം പ്രകാശൻ കണ്ട ഈ കാഴ്ച തന്റെ കൂട്ടുകാരനായ തയ്യൽക്കാരൻ വേണുവിനോട് പറയുന്നു. വേണുവിനോട് നിർമ്മലയാണോ എന്ന സംശയമുണ്ടെന്ന് പ്രകാശൻ പറയുമ്പോൾ, നീ കൃത്യമായ ആളിനെ കണ്ടില്ലല്ലോ, ആളിനെ കാണാതെ നമ്മൾ എങ്ങനെ സ്ഥിരീകരിക്കും? അല്ല, ഇപ്പോൾ മാധവന്റെ അടുത്ത് പറയണമെങ്കിലും ആളിനെ കൃത്യമായി കാണണമല്ലോ. ഇല്ലാതെ ആ പ്രായമായ ആളിന്റെ അടുത്ത് പറഞ്ഞ് അയാൾക്ക് എന്തെങ്കിലും സംഭവിച്ചാലോ എന്ന പേടിയായിരുന്നു വേണുവിനും. അതുകൊണ്ട് തന്നെ വേണുവും പ്രകാശനും ചേർന്ന് അന്നേ ദിവസം രാത്രി ഇവരാരാണെന്ന് കണ്ടുപിടിക്കുവാനായും തീരുമാനിച്ചു. പ്രകാശൻ തലേ ദിവസം എത്തിയ അതേ സമയം തന്നെയാണ് രണ്ടുപേരും ഒളിച്ചിരിക്കുന്നതും. അപ്പോൾ തന്നെ വിനോദ് മതിൽ ചാടി മാധവന്റെ വീടിന്റെ പുറകുവശത്ത് വരുന്നു. അപ്പോൾ ഒരു സ്ത്രീ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അത് നിർമ്മലയാണോ എന്ന് ഇവർക്ക് സ്ഥിരീകരിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. കാരണം മുഖം വ്യക്തമല്ല. അവരും വിനോദും കെട്ടിപ്പിടിക്കുകയും ഉമ്മ വയ്ക്കുകയും പിന്നെ ബാത്റൂമിനകത്തേക്ക് കയറി പോവുകയും ചെയ്യുന്നുണ്ട്. ഇന്നലെ ഞാൻ ഇങ്ങനെയൊന്നും കണ്ടില്ല, കെട്ടിപ്പിടിക്കുകയും ഉമ്മ വയ്ക്കുകയും ചെയ്തതേയുള്ളൂ. പക്ഷേ ഇന്നതേ വേറെയൊക്കെ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം പ്രകാശൻ പറയുന്നു. എന്നാൽ വേണു പറയുന്നത്, ഞാനൊരു തയ്യൽക്കാരനായതുകൊണ്ട് തന്നെ ഈ നാട്ടിലുള്ള മിക്ക സ്ത്രീകളും എൻ്റെ അടുത്ത ബ്ലൗസ് തയ്ക്കാനായിട്ട് കൊണ്ടുവരുന്നത്. ആ നിൽക്കുന്ന സ്ത്രീയുടെ രൂപസാദൃശ്യമൊക്കെ വെച്ചിട്ട് എനിക്ക് നിർമ്മലയാണെന്ന് തന്നെയാ തോന്നുന്നത്. അതെ, നിർമ്മല തന്നെയാണെന്നും വേണു ഉറപ്പിച്ചു പറയുന്നു. ആ ഒരു സ്ത്രീ ആരാണെന്ന് അവർ സ്ഥിരീകരിച്ചത് കൊണ്ട് തന്നെ പ്രകാശനും വേണുവും ചേർന്ന് ഇത് മാധവനെയും മക്കളെയും അറിയിക്കാമെന്ന് തീരുമാനിക്കും. പക്ഷേ മാധവനടുത്ത് നേരിട്ട് പറയാൻ മടിയായതുകൊണ്ട് മുരളിയോട് അവർ പറയുന്നു. മാധവനും മൂത്ത മകനായ മുകുന്ദനും ഒരു ക്ഷേത്രപ്പണിയെ സംബന്ധിച്ച് ദൂരെ എവിടെ നിന്ന് പണി ചെയ്യുകയാണ്. മുരളി ഈ കാര്യം അറിഞ്ഞതും ഉടനെ തന്നെ മാധവനോട് ചെന്ന് പറയും. നമ്മൾ എങ്ങനെയാ ഈ കാര്യം മുകുന്ദനോട് പറയുന്നത്? എന്തായാലും നീ വീട്ടിലേക്ക് പോ, ഒന്ന് നന്നായിട്ട് അന്വേഷിച്ചിട്ട് നമുക്കിത് മുകുന്ദനോട് പറയാമെന്നും മാധവൻ മുരളിയോട് പറഞ്ഞു. അങ്ങനെ മുരളി നാട്ടിലേക്ക് എത്തുകയാണ്. തന്റെ കൂട്ടുകാരനെയും കൂട്ടി നേരെ പോകുന്നത് തയ്യൽക്കാരനായ വേണുവിന്റെ കടയിലേക്കും. അവിടെ പ്രകാശനും ഉണ്ടായിരുന്നു. ഇവരെല്ലാവരും ഇരുന്ന് നിർമ്മലയുടെയും വിനോദിന്റെയും കാര്യമാണ് ചർച്ച ചെയ്യുന്നതും. പ്രകാശൻ പറയുന്നത്, ഒരു കാര്യം ചെയ്, ഇന്ന് രാത്രി നിങ്ങൾ രണ്ടുപേരും പോയി കാര്യം എന്താണെന്ന് നിങ്ങൾക്ക് തന്നെ കണ്ടു മനസ്സിലാക്കാമല്ലോ എന്നുള്ള കാര്യവും പ്രകാശനും വേണുവും പറയും. അങ്ങനെ മുരളിയും മുരളിയുടെ കൂട്ടുകാരനും ചേർന്ന് അന്നേ ദിവസം രാത്രി ഇവരുടെ രണ്ടുപേരുടെയും അവിഹിതം കണ്ടുപിടിക്കുവാനായും തീരുമാനിക്കുന്നു. പക്ഷേ പ്രകാശനും വേണുവും വരണ്ട, ഞങ്ങൾ രണ്ടുപേരും പൊയ്ക്കോളാമെന്നും മുരളി പറയും. കറക്റ്റ് സമയമായി. മുരളിയും കൂട്ടുകാരനും എവിടെയാണോ പ്രകാശനും വേണുവും പോയി ഒളിച്ചിരുന്നത് അതേ സ്ഥലത്ത് തന്നെ കൃത്യസമയത്ത് പോയിരിക്കുകയാണ്. എന്നത്തെയും പോലെ എല്ലാവരും ഉറങ്ങിയ സമയം ലൈറ്റ് എല്ലാം ഓഫാക്കി. എന്നാൽ വിനോദിന്റെ റൂമിൽ മാത്രം ലൈറ്റ് തെളിയുന്നു. അതേസമയം നിർമ്മല അവിടേക്ക് ഇറങ്ങി വരുന്നുണ്ട്. നിർമ്മല കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കും. പക്ഷേ വിനോദ് മാത്രം വന്നില്ല. വിനോദിനെ കാണാത്തത് കൊണ്ട് നിർമ്മല തിരികെ കയറി പോവുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ വേറൊന്നും അവർക്ക് കണ്ടുപിടിക്കാൻ കഴിയാത്തത് കൊണ്ട് മുരളിയും കൂട്ടുകാരനും തിരികെ വീട്ടിലേക്ക് പോകും. അടുത്ത ദിവസം രാവിലെ തന്നെ എന്തായി എന്നറിയുവാൻ വേണ്ടിയിട്ട് പ്രകാശനും വേണു മുരളിയുടെ വീട്ടിലേക്ക് വന്നു. എന്തായി, ഇന്നലെ കണ്ടുപിടിച്ചോ എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല, ഇന്നലെ നിർമ്മല മാത്രം അവിടെ നിൽക്കുന്നത് കണ്ടു, പക്ഷേ വിനോദ് വന്നില്ല. എന്താണ് കാര്യമെന്നറിയില്ല എന്നും മുരളി പറയുന്നു. ഈ വിനോദും മുരളിയും തമ്മിൽ മുമ്പ് വസ്തുതർക്കമുണ്ടായിരുന്നു. അതിനു ചൊല്ലി രണ്ടുപേരും നല്ല ശത്രുക്കളാണ്.
അതിനിടയിൽ കൂടിയാണ് നിർമ്മല എപ്പോൾ ഇങ്ങനൊരു പണി ഒപ്പിക്കുന്നതുമെന്ന് ചിന്തിച്ച് മുരളിക്ക് നല്ല ദേഷ്യമുണ്ടായിരുന്നു. അതേ സമയമായിരുന്നു നിർമ്മല അരി പൊടിപ്പിക്കുവാൻ വേണ്ടിയിട്ട് മില്ലിലേക്ക് പോകുവാനായി ഇറങ്ങിയതും. മില്ല് നടത്തുന്നത് വിനോദാണല്ലോ. രണ്ടുപേരും അവിടെ വെച്ച് കണ്ടുമുട്ടി എന്തെങ്കിലുമൊക്കെ സംസാരിക്കുന്നത് നമുക്ക് കണ്ടുപിടിക്കാമെന്നും പ്രകാശനും വേണുവും പറഞ്ഞ് മുരളിയെയും കൂട്ടുകാരനെയും കൂട്ടി നിർമ്മലയെ ഫോളോ ചെയ്യും. നിർമ്മല നല്ല സാരിയൊക്കെ ഉടുത്ത് ഒരുങ്ങി സുന്ദരിയായിട്ടാണ് മില്ലിലേക്ക് എത്തിയിരിക്കുന്നതും. മില്ലിലെത്തിയ ഉടനെ തന്നെ വിനോദിനോട് നിന്ന് സംസാരിക്കുവാനായും തുടങ്ങി. അവരുടെ സംസാരവും പ്രവൃത്തിയും ഒക്കെ കണ്ട് രണ്ടുപേരും തമ്മിൽ ബന്ധമുണ്ടെന്ന് 4 പേരും ഉറപ്പിച്ചു. അങ്ങനെ മുരളി ഉടനെ തന്നെ തന്റെ അച്ഛനെ വിളിച്ചിട്ട് അവർ രണ്ടുപേരും തമ്മിൽ ബന്ധമുണ്ട്, നമുക്ക് ചേട്ടനോടെല്ലാം തുറന്നു പറയാമെന്നും അച്ഛനോട് പറയുന്നു. അങ്ങനെ മാധവനാണെങ്കിലോ നീയും കൂടി വാ, എന്നിട്ട് നമുക്ക് പറയാമെന്നും പറയും. അങ്ങനെ മുരളി വീട്ടിൽ ചെന്ന് തന്റെ ബാഗും എടുത്ത് പോകുവാനായി ഇറങ്ങുന്ന സമയത്ത് അമ്മ അവനോട് ചോദിക്കുന്നുണ്ട്, ഇതെന്താ ഹോട്ടലാണോ? ഇന്നലെ വന്നു ഇന്ന് പോവാൻ? നീയൊക്കെ അല്ലെങ്കിലും ഇങ്ങനെ തന്നെയാ, വീട്ടിലുള്ള സ്ത്രീകളെ പോലൊന്നും മൈൻഡ് ചെയ്യുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞാണ് അമ്മ വഴക്ക് പറയുന്നതും. അല്ലെങ്കിലും ഇതൊരു ഹോട്ടൽ തന്നെയാണല്ലോ എന്ന് നിർമ്മലയെ ഒന്ന് കുത്തി പറഞ്ഞിട്ടാണ് മുരളി അവിടെ നിന്ന് പോകുന്നത്. എന്നാൽ മുകുന്ദനാണെങ്കിൽ തിരികെ വരുന്ന സമയത്ത് തന്റെ ഭാര്യയ്ക്ക് കൊടുക്കുവാൻ വേണ്ടിയിട്ട് അടിപൊളി ഒരു സാരിയൊക്കെ വാങ്ങി അത് നോക്കി നിൽക്കുകയാണ്. അതെല്ലാം കാണുന്ന മാധവന് വല്ലാത്ത സങ്കടം വരും. തിരികെ അവരുടെ അടുത്തേക്ക് എത്തിയ മുരളിയോടൊപ്പം ചേർന്ന് മാധവൻ മുകുന്ദനോട് കാര്യങ്ങളൊക്കെ തുറന്നു പറയും. അതെല്ലാം കേട്ട് മുകുന്ദൻ ആകെ തകർന്നു പോകുന്നു. നീ തകർന്നു പോകാതെ, നിന്റെ ജീവിതത്തിൽ ഇനി 2 വഴികളേ ഉള്ളൂ. ഒന്ന്, അവളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അവനുമായിട്ടുള്ള ബന്ധമെല്ലാം അവസാനിപ്പിച്ച് നിന്റെ ജീവിതത്തിലേക്ക് തിരികെ കൂട്ടുക. 2, അവളെ ഡിവോഴ്സ് ചെയ്യുക. ഏതെന്ന് വെച്ചാൽ നീ തീരുമാനിക്കുവാനായിട്ടും അച്ഛൻ പറയുന്നു. മുകുന്ദൻ പറയുന്നത്, എനിക്കിനി അവളെ വേണ്ട, ഞാൻ ഡിവോഴ്സ് ചെയ്യാൻ പോവുകയാ. പക്ഷേ അവനെയും അവളെയും ഞാൻ കയ്യോടെ പൊക്കും. നാട്ടുകാരുടെ മുന്നിലിട്ട് തന്നെ രണ്ടിനെ ഞാൻ നാണം കെടുത്തുമെന്നും മുകുന്ദൻ പറയുന്നു. മുരളിയും അതിന് കൂട്ടുനിൽക്കുകയാണ്. അങ്ങനെ അവർ 3 പേരും നാട്ടിലേക്ക് എത്തുകയാണ്. അത് കാണുന്ന അമ്മ ചോദിക്കുന്നുണ്ട്, നീ ഇപ്പോൾ പോയതല്ലേ ഉള്ളൂ, പിന്നെ പെട്ടെന്ന് തിരികെ വന്നു എന്ന് ചോദിക്കുമ്പോൾ ഞാനൊരു സാധനം എടുക്കാൻ മറന്നുപോയി എന്നാണ് മുരളി കള്ളം പറഞ്ഞതും. തന്റെ ഭർത്താവ് തിരികെ വീട്ടിലെത്തിയത് കണ്ട് നിർമ്മലയ്ക്ക് ഒരുപാട് സന്തോഷമായി. പക്ഷേ നിർമ്മലയെ കാണുന്ന മുകുന്ദന് വല്ലാത്ത ദേഷ്യവും. മുകുന്ദൻ തന്റെ ബാഗ് അകത്തേക്ക് കൊണ്ടുവയ്ക്കുന്ന സമയത്ത് കഴുകാനുള്ള ഡ്രസ്സുകളെല്ലാം എടുക്കുകയായിരുന്നു നിർമ്മല. അപ്പോൾ നിർമ്മലയ്ക്ക് വേണ്ടിയിട്ട് മുകുന്ദൻ വാങ്ങി വെച്ചിരുന്ന സാരിയും നിർമ്മല കാണും. ഇതെനിക്ക് വേണ്ടി വാങ്ങിയതാണോ, എനിക്ക് ഒരുപാട് ഇഷ്ടമായി എന്ന് നിർമ്മല പറയുമ്പോൾ മുകുന്ദന് വല്ലാത്ത ദേഷ്യമായിരുന്നു. നിർമ്മല മുകുന്ദനെ പോയി കെട്ടിപ്പിടിച്ചിട്ട് എന്താ ഇത്ര ദേഷ്യമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതൊന്നുമില്ല, ഞാൻ ഈ 2 ദിവസമേ ഇവിടെ കാണൂ, അത് കഴിഞ്ഞ് തിരികെ പോകുന്നതിന്റെ സങ്കടമാണെന്നും മുകുന്ദൻ പറയുന്നു. നിങ്ങൾക്ക് മുരളിയെ പോലെ ഇവിടെ വന്ന് ഇടയ്ക്കിടയ്ക്ക് നിന്നൂടെ, ഞാനും ഇവിടെ ഒറ്റയ്ക്കല്ലേ എന്നും നിർമ്മല ചോദിക്കും. എന്നാൽ അതിനൊന്നും മുകുന്ദൻ മറുപടി കൊടുക്കുന്നില്ല. ഞാനില്ലാത്തതല്ലേ നിനക്ക് സൗകര്യം എന്നാണ് മുകുന്ദൻ മനസ്സിൽ ചിന്തിക്കുന്നതും. മുകുന്ദന്റെ ചിറ്റപ്പന്റെ വീടാണ് അടുത്തുള്ളത്. ചിറ്റപ്പന്റെ വീട്ടില് ചിറ്റപ്പന്റെ മകനായ മഹേഷും മഹേഷിന്റെ ഭാര്യയായ ഗീതയും സഹോദരി ശാലുവും അമ്മയുമാണുള്ളത്. ചിറ്റപ്പന്റെ വീട്ടിലേക്ക് പോയിരുന്ന് ചർച്ച നടത്തുകയാണ് മുകുന്ദനും മാധവനും മുരളിയും പിന്നെ പ്രകാശനും വേണുവും കൂട്ടുകാരനും ഒക്കെ. എല്ലാവരും എങ്ങനെയെങ്കിലും നിർമ്മലയുടെയും വിനോദിന്റെയും അവിഹിതം പൊക്കണമെന്നാണ് പ്ലാൻ ഇടുന്നത്. എന്നാൽ ഈ മഹേഷിന്റെ സ്വഭാവം എന്തെന്നാൽ മഹേഷ് സ്ത്രീകളെ പേടിപ്പിച്ച് നിർത്തണം എന്നാണ്. തന്റെ ഭാര്യയായ ഗീതയെയും സഹോദരിയായ ശാലുവിനെയും അമ്മയും എപ്പോഴും പേടിപ്പിച്ചാണ് നിർത്തുന്നതും. അവരോടൊന്ന് സ്നേഹത്തോടു കൂടി സംസാരിക്കത്തേയില്ല. എന്നാൽ ശാലു പറയുന്നത്, ചേട്ടന്റെ സ്വഭാവം എനിക്ക് ഒട്ടും ഇഷ്ടമല്ല, ചേട്ടനെ എനിക്ക് പേടിച്ചു നിൽക്കേണ്ട ആവശ്യമില്ല, അമ്മയും ചേട്ടത്തിയും അങ്ങനെ നിന്നാൽ മതിയെന്നാണ് അവൾ പറയുന്നതും. അവനാണെങ്കിൽ എപ്പോഴും അങ്ങനത്തെ ദേഷ്യ സ്വഭാവമാ. നിർമ്മലയുടെ കാര്യം അറിയുന്ന സമയത്ത് നിർമ്മലയുടെ അവിഹിതം കണ്ടു എന്ന് പറയുന്ന ആ ദിവസം ഇവരാരും തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല. കാരണം ഈ മുകുന്ദനും മാധവനും മുരളിയും ചിറ്റപ്പനും ചിറ്റപ്പന്റെ മകനായ മഹേഷുമൊക്കെ തടിപ്പണിയായതുകൊണ്ട് എപ്പോഴും വീട്ടിൽ തന്നെ കാണാറില്ല. അതുകൊണ്ട് അവർ കണ്ടതുമില്ല. പക്ഷേ രണ്ടിന്റെയും അവിഹിതം കയ്യോടെ പൊക്കണമെന്നും എല്ലാവരും പ്ലാനിടുന്നു. അന്നേ ദിവസം രാത്രി മുകുന്ദനും മുരളിയും വീട്ടിലേക്ക് എത്തിയ സമയം നല്ല മുല്ലപ്പൂവിന്റെ മണമായിരുന്നു. ഇത് എവിടുന്നാന്ന് ചോദിക്കുമ്പോൾ അതോ കുളിമുറിയുടെ പിറകില് മുല്ല പൂത്തതാണെന്നും നിർമ്മല പറയും. അതൊക്കെ നിനക്ക് നന്നായിട്ട് അറിയാമല്ലോ എന്നാണ് കുത്തി കുത്തി അവളെ പറഞ്ഞുകൊണ്ടു പോകുന്നത്. പക്ഷെ നിർമ്മല സീരിയൽ കണ്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ മുകുന്ദൻ പറഞ്ഞതൊന്നും ശ്രദ്ധിച്ചതേയില്ല. മുകുന്ദൻ ഉടനെ തന്നെ കുളിമുറിയുടെ പിറകിലേക്ക് പോയി ലൈറ്റ് അടിച്ചു നോക്കും. അന്നേ ദിവസം മുകുന്ദനും മുരളിയും ഒക്കെ വീട്ടിലുണ്ടായിരുന്നത് കൊണ്ട് ഇവരുടെ അവിഹിതം നടക്കില്ല, വിനോദും നിർമ്മലയും കണ്ടുമുട്ടില്ല എന്നുള്ള കാര്യം മുകുന്ദനൊക്കെ ഉറപ്പായിരുന്നു. അടുത്ത ദിവസം ഉറക്കമെഴുന്നേറ്റ് വരുന്ന സമയത്ത് മുകുന്ദന്റെ അമ്മയ്ക്കാണെങ്കിൽ വല്ലാത്ത ക്ഷീണത്തിലിരിക്കുന്നു. എന്തു പറ്റിയെന്ന് ചോദിക്കുമ്പോൾ അറിയില്ല, കുറച്ച് ദിവസമായിട്ടുണ്ട്, ഞാൻ രാത്രി നന്നായിട്ട് ഉറങ്ങുന്നതാ, പക്ഷേ എന്നിട്ടും എനിക്ക് നല്ല ക്ഷീണമാ, എന്താണെന്നറിയില്ല എന്നും അമ്മ പറയുന്നു. അതേ സമയമായിരുന്നു പുറത്തു നിൽക്കുന്ന നിർമ്മലയ്ക്കടുത്തേക്ക് അവരുടെ മകളാണെങ്കിൽ പട്ടിക്കൂടിനടുത്തുനിന്ന് കിട്ടിയെന്ന് പറഞ്ഞ് ഒരു എല്ലും കഷ്ണം എടുത്തുകൊണ്ടുവരുന്നത്. സംഭവം എന്തെന്നാൽ വിനോദ് നിർമ്മലയെ കാണുവാനായി വരുന്ന സമയം പട്ടിയെ ഉറക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലും കഷ്ണത്തിൽ മയക്കുമരുന്ന് പുരട്ടിക്കൊണ്ടുവരും.
അത് കഴിച്ച് പട്ടിയാണെങ്കിൽ കൂർക്കം വലിച്ചു കിടന്നുറങ്ങും. ആ ഗ്യാപ്പിലാണ് രണ്ടുപേരും പരസ്പരം പരിപാടിയൊക്കെ നടത്തുന്നത്. ആ കാര്യം മുകുന്ദനും മുരളിക്കും അറിയാമല്ലോ. എല്ലും കഷ്ണം കയ്യിൽ വാങ്ങിയ നിർമ്മല അതെന്തോന്ന് പറഞ്ഞിട്ട് ദൂരേക്ക് വലിച്ചെറിയും. അത് കാണുന്ന മുകുന്ദനും മുരളിക്കും വല്ലാത്ത ദേഷ്യം വരും. രണ്ടുപേരും ചേർന്ന് എല്ലാവരെയും വിളിച്ചറിയിക്കും. അതും നിർമ്മലയുടെ അവിഹിത കഥയാണ് പറയുന്നത്. രണ്ടിനെയും നമുക്ക് കൈയോടെ പൊക്കണം. ഞാൻ പറയുന്ന ദിവസം നിങ്ങൾ എല്ലാവരും ഞാൻ പറയുന്ന സ്ഥലത്ത് എത്തണമെന്നും മുകുന്ദനും മുരളിയും പറയുന്നു. മെമ്പറിനെയും വിവരം അറിയിക്കുന്നുണ്ട്. എല്ലാവരും ഈ അവിഹിത കഥ കേട്ട് ഞെട്ടി നിൽക്കുകയാണ്. അകത്തേക്ക് വരുമ്പോൾ മുകുന്ദൻ കാണുന്ന കാഴ്ച, മില്ലിൽ പോകുവാൻ വേണ്ടിയിട്ട് നിർമ്മല മുകുന്ദൻ കൊണ്ടുവന്ന സാരിയൊക്കെ ചുറ്റി സുന്ദരിയായി നിൽക്കുന്നു. അത് കാണുന്ന മുകുന്ദന് ദേഷ്യം വരും. ഈ അടുത്തുള്ള മില്ലിൽ പോകുവാൻ വേണ്ടിയിട്ടാണോ നീ ഞാൻ കൊണ്ടുവന്ന സാരിയൊക്കെ എടുത്ത് സുന്ദരിയായി നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അവളെ വഴക്ക് പറയും. അത് കേട്ട് അമ്മ പറയുന്നതോ, നീയൊക്കെ പുറത്തു പോകുന്നത് നല്ല ഒരുങ്ങി സുന്ദരന്മാരായിട്ടല്ലേ, പിന്നെ വീട്ടിലിരിക്കുന്ന സ്ത്രീകളായ ഞങ്ങൾക്കും പോയാലെന്താ? അല്ല, നീയൊന്നും പുറത്തു പോയാലും ഞങ്ങളെയൊന്നും കൊണ്ടുപോകുന്നില്ല. നിനക്കൊക്കെ വെച്ച് വിളമ്പി തരാൻ വേണ്ടി മാത്രമല്ലേ ഞങ്ങളെ നീയൊക്കെ കണ്ടിരിക്കുന്നത് എന്നുള്ള രീതിയിൽ അമ്മ വഴക്ക് പറയും. മുകുന്ദൻ അങ്ങനെ പറഞ്ഞതുകൊണ്ട് സങ്കടമായ നിർമ്മലയാണെങ്കിലോ സാരി മാറ്റുവാനായും പോകുവാൻ തീരുമാനിക്കും. വേണ്ട, നീ ഇന്ന് പോണ്ട, ഞാൻ മില്ലിലേക്ക് പോകാമെന്നും പറഞ്ഞ് മുകുന്ദനാണ് അരി പൊടിക്കുവാനായിട്ട് അന്ന് മില്ലിലേക്ക് പോയതും. വിനോദ് മുകുന്ദനെ കണ്ടതും ചോദിക്കുന്നുണ്ട്, നിങ്ങളെന്താ വല്ലപ്പോഴും മാത്രം വരുന്നത്? ഇവിടെയൊന്നും കാണാനില്ലല്ലോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് നിർമ്മലയെ കാണാറുണ്ടെന്നും വിനോദ് പറയുന്നു. അത് കേട്ടതും മുകുന്ദന് വല്ലാത്ത ദേഷ്യമായി. വിനോദ് ഇടയ്ക്കിടയ്ക്ക് നിർമ്മലയെ കാണുമെന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ ഇവരുടെ അവിഹിതം മുകുന്ദനും ഉറപ്പാക്കി. അങ്ങനെ ഇവരെല്ലാവരും പ്ലാൻ ചെയ്ത ദിവസമെത്തി. അന്ന് കൈയോടെ പൊക്കണമെന്നാണല്ലോ അവർ പ്ലാൻ ചെയ്തിരിക്കുന്നതും. അതുകൊണ്ട് തന്നെ മുരളിയും മുകുന്ദനും എന്റെ കൂട്ടുകാരന്റെ വീട്ടിൽ കുറച്ച് ജോലിയുണ്ട്, ഞങ്ങൾ ഇന്നേ ദിവസം വരില്ല എന്ന് പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങുന്നതും. കൂട്ടുകാരന്റെ ഭാര്യയോട് ഇതെല്ലാം പറഞ്ഞ് സെറ്റാക്കിയിരുന്നു. കാരണം ഇവർ പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിർമ്മല വിളിച്ച് കൂട്ടുകാരന്റെ ഭാര്യയോട് തിരക്കുമെന്ന് അവർക്കറിയാമായിരുന്നു. രാത്രിയായിട്ടും മുകുന്ദനെ കാണാത്തത് കൊണ്ട് തന്നെ മുകുന്ദന്റെ കൂട്ടുകാരന്റെ ഭാര്യയെ വിളിച്ച് തിരക്കുകയാണ് നിർമ്മല. അവർ അവിടെയാണോ പണി ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ, അതെ, അവരിവിടെയുണ്ട്. അവർക്ക് ഇന്ന് രാത്രി മുഴുവൻ ഇവിടെ പണിയാ. ഇന്നിവിടെ സ്റ്റേ ചെയ്തിട്ട് നാളെ വരുമെന്നും കൂട്ടുകാരന്റെ ഭാര്യ പറഞ്ഞു. അതറിയുന്ന മുകുന്ദനും മുരളിയും ബാക്കിയുള്ളവരും ഒക്കെ ഉറപ്പിച്ചു. എന്തെന്നാൽ മുകുന്ദനും മുരളിയും വീട്ടിലേക്ക് വരില്ല എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം വിനോദുമായിട്ട് അവിഹിത ബന്ധത്തിൽ ഏർപ്പെടാനാണെന്നും അവർക്കുറപ്പായി. അങ്ങനെ അവർ പ്ലാൻ ചെയ്തതുപോലെ തന്നെ എല്ലാ വീട്ടിലെയും പുരുഷന്മാരെ വിളിച്ചറിയിക്കുകയാണ്. എല്ലാവരും ഇന്ന് രാത്രി പണിയുണ്ടെന്ന് വീട്ടിൽ കള്ളം പറഞ്ഞിട്ടാണ് ഇപ്പോൾ അവിഹിതം പൊക്കുവാനായിട്ട് എത്തിയിരിക്കുന്നത്. എല്ലാവരും അവരുടെ ഫോണൊക്കെ സ്വിച്ച് ഓഫ് ആക്കി. അവരുടെ പ്ലാൻ എന്തെന്നാൽ, ഇവരുടെ വീടിനടുത്തായിട്ട് ഒരു വലിയ വാട്ടർ ടാങ്ക് ഉണ്ട്. ആ വാട്ടർ ടാങ്കിന്റെ മുകളിൽ കയറി നിന്ന് കഴിഞ്ഞാൽ ആ പരിസരം മുഴുവനായിട്ടും കാണുവാൻ കഴിയും. അതുകൊണ്ട് തന്നെ കുറച്ചു പേർ ആ വാട്ടർ ടാങ്കിലും പിന്നെ മുരളിയും മുകുന്ദനും വീടിന്റെ പരിസരത്തായിട്ട് ഒരു കുറ്റിക്കാട്ടിൽ ഒളിച്ചിരിക്കാമെന്നും തീരുമാനിക്കുന്നു. അങ്ങനെ പറഞ്ഞതുപോലെ തന്നെ എല്ലാവരും അലർട്ടായിട്ടിരിക്കുകയാണ്. മുകുന്ദനും മുരളിയും ഒരു കൊച്ചു കുറ്റിക്കാട്ടിനുള്ളിൽ ഒളിച്ചിരിക്കുന്നു. അതേസമയം ഇവരുടെ അനക്കമൊക്കെ കേട്ട് മുകുന്ദന്റെയൊക്കെ വീട്ടിലെ പട്ടി വല്ലാതെ കുരയ്ക്കുന്നുണ്ടായിരുന്നു. പട്ടി ഇങ്ങനെ കുരച്ചുകൊണ്ട് നിന്നാൽ വിനോദും നിർമ്മലയും പരസ്പരം കാണാനായിട്ട് ഇറങ്ങില്ലല്ലോ എന്നാണ് അവർ ചിന്തിക്കുന്നത്. അതേസമയം തന്നെ പട്ടിയുടെ കുര കേട്ട് നിർമ്മല പുറത്തെത്തി ടോർച്ചടിച്ച് നോക്കുന്നുണ്ട്. എന്നിട്ടവൾ അകത്തേക്കും കയറിപ്പോകും. പട്ടി ഇങ്ങനെ കുരച്ചാൽ ശരിയാകില്ലല്ലോ എന്ന് ചിന്തിച്ച മുരളി ഉടനെ തന്നെ പട്ടിക്കടുത്തേക്ക് എത്തി കുരയ്ക്കരുതെന്ന് പറഞ്ഞ് അതിനെ വിരട്ടുന്നു. എന്നാൽ പട്ടി കുറച്ചു കഴിഞ്ഞതും കുര നിർത്തും. എന്നിട്ട് ഉടനെ തന്നെ നിർമ്മല കാണാതെ അവിടെ നിന്ന് പോകുവാനായി ഒരുങ്ങുന്ന സമയമായിരുന്നു നിർമ്മല ജനൽ തുറന്നതും. അവിടെ അനക്കം കേട്ടിട്ടാണ് അവൾ ജനൽ തുറന്നത്. പക്ഷേ ജനൽ തുറന്നു നോക്കിയപ്പോൾ ആരെയും കണ്ടതേയില്ല. അമ്മയ്ക്ക് പ്രഷറിന്റെ ഗുളിക തരട്ടെ എന്ന് ചോദിക്കുമ്പോൾ അമ്മ പറയുന്നുണ്ട്, അപ്പോൾ നേരത്തെ നീ ഒരു ഗുളിക തന്നതോ? അത് വേറെ ഗുളിക, ഇതാണ് പ്രഷറിന്റെ ഗുളിക എന്നും അവൾ പറയുന്നു. അതോടുകൂടി മുരളിക്ക് ഒരു കാര്യം ഉറപ്പായി. അമ്മയ്ക്ക് ഉറക്ക ഗുളിക കൊടുത്ത് അമ്മയെ മയക്കിയതിനു ശേഷമാണ് രണ്ടുപേരും പുറത്തിറങ്ങി പരസ്പരം കാണുന്നതെന്ന്. ഈ കാര്യം മുകുന്ദനോട് പറയുന്നുമുണ്ട്. അതാണ് അമ്മയ്ക്ക് നല്ല ഉറക്കക്ഷീണമെന്നും രണ്ടാൾക്കും മനസ്സിലായി. എല്ലാവരും അവിഹിതം കണ്ടുപിടിക്കാൻ ഒളിച്ചിരിക്കുകയാണ്. കുറെ നേരം കഴിഞ്ഞപ്പോൾ പരിസരത്തുള്ള വീടുകളിലെ എല്ലാത്തിലെയും ലൈറ്റ് ഓഫായി. പക്ഷേ വിനോദിന്റെ റൂമിലെ ലൈറ്റ് തെളിയുന്നു. അപ്പോഴേക്കും വിനോദ് മതിൽ ചാടി അപ്പുറത്തേക്ക് വന്നിരുന്നു. അവിടെ അവനെ കാത്ത് ഒരു സ്ത്രീയും ഉണ്ടായിരുന്നു. രണ്ടുപേരും പരസ്പരം കെട്ടിപ്പിടിക്കുകയും ഉമ്മ വയ്ക്കുകയും ചെയ്തു. അതിനുശേഷം ഉടനെ തന്നെ ബാത്റൂമിലേക്ക് കയറുകയും ചെയ്തു. ബാത്റൂമിലേക്ക് അവർ കയറിയെന്ന് ഉറപ്പായതോടുകൂടി മുരളിയും മുകുന്ദനും ചേർന്ന് ഓടിച്ചെന്ന് ആ ഒരു ബാത്റൂമിൽ പുറത്തുനിന്ന് കുറ്റിയിടുകയും ലൈറ്റിട്ട് എല്ലാവരെയും വിളിച്ചറിയിക്കുകയും ചെയ്തു. അങ്ങനെ ഒളിച്ചിരുന്ന എല്ലാവരും ബാത്റൂമിന്റെ പരിസരത്തേക്ക് വന്നു. വിനോദിന് വല്ലാത്ത ദേഷ്യം വരും. മര്യാദയ്ക്ക് കതക് തുറക്കെന്ന് പറയുമ്പോൾ നിന്റെയും നിർമ്മലയുടെയും അവിഹിതം ഞങ്ങൾ കണ്ടുപിടിച്ചു എന്നായിരുന്നു മുകുന്ദനും മുരളിയും പറഞ്ഞുകൊണ്ടിരുന്നത്. മര്യാദയ്ക്ക് വാതിൽ തുറക്കുന്ന എത്ര വിനോദ് പറഞ്ഞിട്ടും ആരും കേട്ടതേയില്ല. മെമ്പർ കൂടി വരട്ടെ എന്നിട്ടേ കതക് തുറക്കുന്നുള്ളൂ എന്നുള്ള കാര്യവും മുകുന്ദനും മുരളിയും പറയും. അതേ സമയത്തായിരുന്നു മുകുന്ദന്റെയും മുരളിയുടെയും അമ്മ അവിടേക്ക് വന്നത്. എന്താ അവിടെ പ്രശ്നമെന്ന് ചോദിക്കുമ്പോൾ ദേ ആ വിനോദും നിർമ്മലയും ഇതിനകത്തുണ്ട്.
അത് കേട്ട് അമ്മ ചോദിക്കുന്നത്, നിർമ്മലയോ? നിർമ്മലയാണെന്ന് നിങ്ങൾക്ക് ഉറപ്പാണോ? അങ്ങനെയാണെങ്കിൽ ആ റൂമിനകത്ത് കൊച്ചിനോടൊപ്പം കിടന്നുറങ്ങുന്നത് ആരാ എന്നും അമ്മ ചോദിക്കും. എല്ലാവരും അത് കേട്ട് ഞെട്ടിപ്പോവുകയാണ്. അപ്പോഴേക്കും നിർമ്മല ഈ ബഹളമെല്ലാം കേട്ട് അവിടേക്ക് ഇറങ്ങി വന്നിരുന്നു. നിർമ്മല അവിടേക്ക് വന്നതും നിർമ്മലയെ കണ്ടതും എല്ലാവരുടെയും കിളിപോയി. അവളല്ല തെറ്റുകാരിയെന്നും അവളെ വല്ലാതെ സംശയിച്ചു എന്നും എല്ലാവർക്കും കുറ്റബോധമുണ്ടാകും. അങ്ങനെയാണെങ്കിൽ വിനോദിനൊപ്പം ബാത്റൂമിൽ ആരാ എന്ന ചിന്ത അവർക്കുണ്ടാകുന്നു. ഉടനെ തന്നെ ബാത്റൂമിന്റെ ഡോർ തുറക്കും. അപ്പോൾ വിനോദ് പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. പിറകെ ഇറങ്ങി വരുന്ന ആളിനെ കണ്ടതും എല്ലാവരും ഞെട്ടിപ്പോകുന്നു. അതേ സമയത്തായിരുന്നു മഹേഷിന്റെ അമ്മയും സഹോദരിയായിട്ടുള്ള ശാലുവും അവിടേക്ക് ഓടി വരുന്നത്. ഗീത ചേച്ചി അവിടെ കാണാനില്ല എന്നും ശാലു പറയും. അപ്പോഴാണ് ബാത്റൂമിനകത്ത് നിന്നും ഗീത ഇറങ്ങി വരുന്നത്. വിനോദിനൊപ്പം അവിടെ ഉണ്ടായിരുന്നതും വിനോദിനൊപ്പം അവിഹിത ബന്ധമുണ്ടായിരുന്നതും ഗീതയ്ക്കാണ്. അത് കണ്ടതും ഗീതയുടെ ഭർത്താവായ മഹേഷിന് വല്ലാതെ ദേഷ്യം വരും. ഗീതയും വിനോദിനെയും അടിക്കുവാനായിട്ട് മഹേഷ് പോകുമ്പോൾ എല്ലാവരും ചേർന്ന് തടയുകയാണ്. മുകുന്ദനും തടയുന്നുണ്ട്. അല്ല, നിന്റെ ഭാര്യയാണ് അതിനുള്ളിലെന്ന് കരുതി നീ അവരെ തല്ലാനായിട്ട് ഇരുന്നതല്ലേ? എന്നിട്ട് ഞാൻ അവനെ തല്ലാനായിട്ട് പോകുമ്പോൾ നീ എന്തിനാ തടയുന്നത്? നിനക്കതിന് എന്ത് യോഗ്യതയുണ്ടെന്നാണ് മഹേഷ് ചോദിക്കുന്നത്. എന്നാൽ മഹേഷിന്റെ പ്രകടനമെല്ലാം കണ്ട് മഹേഷിന്റെ അച്ഛൻ അവനെ തടയും. നീ എന്തിനാ ഇങ്ങനെ പ്രശ്നമുണ്ടാക്കുന്നത്? അവൾക്ക് എന്താണ് പറയാനുള്ളതെന്നൊന്ന് കേൾക്കുവാനായിട്ടും മഹേഷിനോട് അച്ഛൻ പറയും. അപ്പോൾ ഗീത സങ്കടത്തോട് പറയുന്നുണ്ട്, നിങ്ങൾ എല്ലാവരും ചേർന്ന് നിർമ്മലേശ്വര അവിഹിതം കണ്ടെത്തുവാനായിട്ടല്ലേ നിന്നത്? എന്നിട്ടിപ്പോൾ എന്റേത് കണ്ടപ്പോൾ എല്ലാവരും ഞെട്ടിപ്പോയോ? എന്താ, ഞാൻ അവന് ഉമ്മ കൊടുത്തതല്ലേ നിങ്ങൾ കണ്ടത്? നിങ്ങളുടെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഞാൻ അവന് ഉമ്മ കൊടുക്കണോ? വേണമെങ്കിൽ ഇപ്പോൾ ചെയ്യാമെന്നും ഗീത പറയുന്നു. അത് കേട്ട് ദേഷ്യം വന്ന മഹേഷ് അവളെ അടിക്കുവാനായി പോകുമ്പോൾ എല്ലാവരും ചേർന്ന് തടയും. സഹി കെട്ട് ഗീത പറയും, നിങ്ങൾ എന്നെ എപ്പോഴെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടോ? നിങ്ങൾ എന്നോട് സ്നേഹത്തോടു കൂടി വല്ലതും പെരുമാറിയിട്ടുണ്ടോ? എപ്പോഴും എന്നോട് ദേഷ്യത്തോടു കൂടിയല്ലേ നിങ്ങൾ സംസാരിച്ചിട്ടുള്ളൂ? എന്റെ വിഷമങ്ങൾ കേൾക്കുവാൻ പോലും നിങ്ങൾ തയ്യാറായിട്ടില്ല. എന്റെ വിഷമങ്ങൾ കേട്ട് അതിനുള്ള പരിഹാരമെല്ലാം പറഞ്ഞു തന്നിട്ടുള്ളത് വിനോദാണ്. പതിയെ പതിയെ എനിക്ക് വിനോദിനോട് പ്രണയമുണ്ടായി. അതിലെന്താ തെറ്റ്? എന്നെ മനസ്സിലാക്കുന്ന ആളാ വിനോദ്. എനിക്ക് വിനോദിനെ ഇഷ്ടമാണെന്നും ഗീത പറയുന്നു. അത് കേട്ടതും മഹേഷിന് വല്ലാതെ ദേഷ്യം വരും. അത് കാണുന്ന അച്ഛൻ അവനോട് പറയുന്നുണ്ട്, നീ എപ്പോഴെങ്കിലും അവളോടൊന്ന് സ്നേഹത്തിൽ പെരുമാറിയിട്ടുണ്ടോ? പോട്ടെ, അവളോട് മാത്രമല്ല, നിന്റെ അമ്മയോടോ സഹോദരിയോടോ നീ പെരുമാറിയിട്ടുണ്ടോ? അവളെ വെറും അടിമയെ പോലെയല്ലേ നീ കണ്ടിരുന്നത്? അവൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യട്ടെ, അവൾക്ക് ഇഷ്ടമുള്ള ആളോടൊപ്പം ജീവിക്കട്ടെ എന്നും മഹേഷിനോട് അച്ഛൻ പറയും. അങ്ങനെ വിനോദ് ഗീതയെ കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് പോകുവാനായി ഇറങ്ങുന്ന സമയത്ത് മഹേഷ് അവരെ തടയുവാനായി നോക്കും. അച്ഛനാണെങ്കിൽ അവൾ അവനൊപ്പം പോട്ടെ, അവൾക്ക് ഇഷ്ടമുള്ള ആളിനൊപ്പം അവൾ ജീവിക്കട്ടെ എന്ന് പറയുന്നു. ഗീത വിനോദിനൊപ്പം പോകുവാനായി ഇറങ്ങുന്ന സമയത്ത് വേണു അവളെ തടഞ്ഞിട്ട് ബാത്റൂമിന്റെ ഡോറിലുണ്ടായിരുന്ന പാന്റ് എടുത്ത് അവൾക്ക് കൊടുത്തിട്ട്, ഇത് ഞാൻ തച്ച പാന്റാ, ഇതും കൂടി നീ കൊണ്ടുപോകുന്നു പറയും. എന്നാൽ ഗീത പറയുന്നത്, ഇത് എന്റെ പാന്റൊന്നുമല്ല, അല്ലെങ്കിലും ഇത് എന്റെ അളവൊന്നുമല്ല, നിങ്ങളോട് ആരാ പറഞ്ഞത് ഇത് എന്റെ അളവാണെന്ന് ചോദിച്ചിട്ടാണ് ഗീത പോകുന്നത്. അപ്പോൾ പ്രകാശൻ വേണുവിനോട് പറയുന്നുണ്ട്, അല്ല, നിങ്ങളൊരു ബ്ലൗസിന്റെ അളവ് വെച്ചല്ലേ ഇത് നിർമ്മല ചേച്ചിയാണെന്ന് പറഞ്ഞത്? നിങ്ങളുടെ അളവുകളെല്ലാം തെറ്റാണല്ലോ എന്നും പ്രകാശൻ പറയുന്നു. എന്നാൽ മുകുന്ദന്റെയും മുരളിയുടെയും അമ്മ മുകുന്ദനടുത്തെത്തിയിട്ട്, നീ എല്ലാവരുടെയും മുന്നിൽ ഇവളെ നാണം കെടുത്തിയില്ലേ? ആവശ്യമില്ലാതെ നീ അവളെ സംശയിച്ചില്ലേ എന്ന് പറഞ്ഞ് അവനിട്ടൊരു അടി കൊടുക്കുന്നു. എന്നിട്ട് പറയുന്നുണ്ട്, നിന്നെ ഇത്രയും നാണം കെടുത്തിയതിന് അവനിട്ടൊരു അടി കൊടു. നിന്റെ അടി വാങ്ങിയിട്ടല്ലാതെ അവൻ വീടിനകത്തേക്ക് കയറരുതെന്നും നിർമ്മലയോട് പറയും. നിർമ്മലയാണെങ്കിൽ ആകെ തകർന്നു നിൽക്കുകയാണ്. നിർമ്മല എന്നിട്ട് മുകുന്ദനിട്ടൊരു അടി കൊടുക്കുന്നു. എന്നിട്ട് അവൾ അവിടെ നിന്ന് പോവുകയും ചെയ്യും. എല്ലാ ദിവസവും മതിൽ ചാടി ഗീതയെ കാണുവാൻ വന്നുകൊണ്ടിരുന്ന വിനോദ് ഇപ്പോൾ അതേ മതിൽ ചാടി ഗീതയും കൊണ്ടാണ് തന്റെ വീട്ടിലേക്ക് പോകുന്നതും. അവർക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് ജീവിക്കാൻ ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ ഗീതയും വിനോദും പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കുകയാണ്. മറ്റൊരു വശത്ത് മുകുന്ദന്റെ അമ്മ അവരുടെ ഭർത്താവായ മാധവനെ വീഡിയോ കോൾ വിളിച്ചിട്ട്, രണ്ട് മക്കളെയും അവിഹിതം കണ്ടെത്താൻ നിങ്ങളാണല്ലേ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടതെന്ന് പറഞ്ഞിട്ട് അച്ഛനെ ഒരുപാട് വഴക്ക് പറയുകയും അച്ഛനെ കൊണ്ട് മാപ്പ് പറയിക്കുകയും ചെയ്യുന്നു. അതും കാണിച്ചുകൊണ്ട് സിനിമയുടെ കഥ അവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.